നമസ്കാരം. ഇന്ന് ചക്ക എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഞാൻ തേങ്ങ അരച്ചിട്ട് തേങ്ങയും പച്ചമുളകും എല്ലാം അരച്ച് ചക്ക പുഴുക്ക് പോലെ വെക്കാറുണ്ട്. പിന്നെ ഈ രീതിയിലും വെക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പുഴുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഇതിനെ വേണമെങ്കിൽ പുഴുക്ക് എന്നൊക്കെ പറയാം. അതിന് ചക്ക ഇത് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇത് വേവിക്കണം. ഈ വേവിക്കേണ്ട കൂട്ടത്തിൽ നമുക്ക് ആദ്യം തന്നെ ഉള്ളി വേണം. ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളി വേണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം. പിന്നെ വേവിക്കാൻ ആദ്യം ഇടുമ്പം തന്നെ കുറച്ച് തേങ്ങയും ഇടണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചക്കയും ചക്കക്കുരുവെല്ലാം നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ചുവന്ന മുളക് പൊടി, എരിവ് ആവശ്യത്തിനിടാം. പിന്നെ ഉപ്പ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടണം. വെളുത്തുള്ളി ലാസ്റ്റ് ഇടണം. എന്നാലും നമുക്ക് ആദ്യം 2-3-4 എണ്ണം ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാം. ആദ്യം തന്നെ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്വാദ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചൊരു പച്ച സ്വാദിന് വേണ്ടി അതും കൂടി ഇട്ട് കൊടുക്കാം ലാസ്റ്റ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാം. ഞാനിതിൽ ചൂടുവെള്ളമാണ് ഉപയോഗിക്കാറ് പതിവ്. ഫ്ലാസ്കിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചൂടുവെള്ളം തന്നെ ഇതിൽ ഒഴിച്ച് കൊടുത്തേ. ഇനി തേങ്ങയും അതേ വെളുത്തുള്ളി പോലെ ലാസ്റ്റ് കുറച്ചുകൂടെയും ഇടും. എന്നാലും ഇപ്പം ആദ്യം തന്നെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് ഇളക്കി ഉപ്പും അതിൻ്റെ എരിവെല്ലാം എന്തായി വെന്തോ എന്നുള്ളതെല്ലാം നോക്കാം. വെള്ളം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത് വെന്തിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ച് കുഴഞ്ഞ രൂപത്തിലാണ്, എനിക്ക് കുറച്ച് കുഴഞ്ഞ രൂപത്തിലാണ് ഇഷ്ടം. അതുകൊണ്ട് ഇതിൽ ഞാനൊരു ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കട്ടെ ആദ്യം. ഇപ്പോൾ ഉപ്പുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ആ ചക്കക്കുരുവെല്ലാം നന്നായി വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായി വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, നേരത്തെ എടുത്ത് വെച്ച 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കുത്തിയെടുത്തതേ ഉള്ളൂ. ഒന്ന് കുനിച്ചെടുക്കുക. അതൊന്ന് തിളക്കണം, അത്രയേ ഉള്ളൂ. ആ വെളുത്തുള്ളീൻ്റെ കുറച്ചൊരു പച്ച സ്വാദ് അതിൽ ഉണ്ടാവണം. അതൊന്ന് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചു. ഇത് തുറക്കുമ്പം തന്നെ നല്ല വെളുത്തുള്ളീൻ്റെ മണം വരുന്നുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കിതിൽ വെളിച്ചെണ്ണ നനച്ചു കൊടുക്കാം. ഇതിൽ കടുകും മുളകും കറിവേപ്പിലയും കൂടിയും വറുത്തിടുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഞാൻ ചെയ്യാറില്ല. ഞാനിത് വെളിച്ചെണ്ണ, നല്ല പച്ച വെളിച്ചെണ്ണ ഒന്ന് നന്നായി നനച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില എത്ര ഇട്ടാലും നല്ല സ്വാദുണ്ടാവും. കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി നമുക്കിത് ഉപയോഗിക്കാം. ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക്. ഇത് 4 മണി പലഹാരമായിട്ടും നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ ഇത് നല്ല സ്വാദാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കപ്പയും ഉണ്ടാക്കാൻ പറ്റും. കപ്പയും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാം.
ഇതാ, അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ചും കൂടി തേങ്ങ ഒന്നിട്ട് കൊടുക്കാം. തേങ്ങ നമ്മൾ നേരത്തെ ഇട്ടതാണ്. അപ്പം തേങ്ങേൻ്റെ ആ ഫ്രഷ് ആയിട്ടുള്ള മധുരം, ആ രുചി ഇഷ്ടമല്ലാത്തവർക്ക് ഇത് വേണമെന്നില്ല. അല്ലെങ്കിൽ ഇത് ലേശം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് കഴിക്കാം. അപ്പം നമ്മൾ രുചികരമായ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പം എൻ്റെ ഈ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.